ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇന്നൊരു റേഷൻ അരി കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിനു മുമ്പ് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യും കേട്ടോ. എനിക്കറിയാം നിങ്ങളൊക്കെ ചെയ്യുന്ന, എന്നാലും പറഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊരു തോന്നൽ, മഴയൊക്കെ ഇങ്ങനെ പെയ്ത് തണുത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു എരിവിലൊക്കെ കഴിക്കാൻ ചിലപ്പം തോന്നും. അങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയാം. പെട്ടെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും ഒന്നുമില്ല. അപ്പോൾ ഇല്ലത് വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. റേഷനരിയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഉണ്ടാക്കി. എന്താണ് സാധനമൊന്നുമില്ല, ഇല്ലത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത് നിങ്ങൾക്കും കൂടിയാണ് പറഞ്ഞു തരാമെന്ന് കരുതി. നമ്മളെ വീട്ടിൽ എല്ലാ സാധനമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇല്ലതൊക്കെ വെച്ചിട്ടുണ്ട് ഒപ്പിച്ചാന്ന് പറഞ്ഞില്ലേ. ബിരിയാണി എന്നാൽ പൂതിണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, അടിപൊളി കേട്ടോ. അതിന് വേണ്ടത് നമ്മൾ സാധാ പട്ടിയും കറാമ്പും അങ്ങനെ ഏലക്കായും ഒക്കെ പൊടിച്ച് വെക്കുക. പിന്നെ സാധാ റേഷനരിയില്ലേ അതെടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളെ ആൾക്കനുസരിച്ച് അളവിനൊക്കെ എടുത്താൽ മതി കേട്ടോ. അളവും കാര്യമൊക്കെ നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിക്കോളി. ഞാൻ എൻ്റെ അളവിൽ ഞാൻ ഉണ്ടാക്കി, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണേ. എനിക്ക് വേണ്ടതുണ്ടോ ഈ ഇല എന്താണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക് ഇറങ്ങി കമൻ്റ് അറിയിക്കുക. അപ്പോൾ സാധനങ്ങൾ എന്താണെന്നൊക്കെ ഞങ്ങൾ കണ്ടല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറുകാപ്പട്ട, ഏലക്കായ്, പിന്നെ ഉള്ളി, തക്കാളി, അങ്ങനെയല്ലേ, പച്ചമുളക്. ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് എൻ്റെ അടുത്തുള്ളത് വെളിച്ചെണ്ണ ഓയിലാണ്. അപ്പോൾ എനിക്ക് തോന്നി വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടിയ കാരണം ഞാൻ ഓയിലെണ്ണ എടുത്തു. ഓയിലിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതും ഞാൻ യൂട്യൂബിലൊന്നും എവിടെയും നോക്കാനോ സെർച്ച് ചെയ്യാനൊന്നും പോയില്ല. എനിക്ക് എൻ്റെ അടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ എനിക്കറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അതെല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ. എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അങ്ങനെ കാണുന്നില്ല, അതേപോലെ ഇട്ടിട്ട് വഴറ്റുക. അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇടുക. അതിൻ്റെ ഇടയിൽ പുക വന്നുകൊണ്ട് മൂടി, എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു കളറൊക്കെ വരുമ്പോൾ ഇളക്കിക്കൊണ്ട് ഇളക്കിയിട്ട് അതിൻ്റെ നല്ല മണമൊക്കെ അങ്ങനെ വരും. അപ്പം അങ്ങോട്ട് അടുത്ത ചേരുവ ഇടുക. ഇത് ഞാൻ കണ്ടുപിടിച്ച ഐറ്റമാണ്. ഇതിന് മുന്നേ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയട്ടോ, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കാൻ പോയിട്ടില്ല. എനിക്കുണ്ടാക്കിയപ്പോൾ നല്ല രസം തോന്നി, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഇത് നിങ്ങളും കൂടി ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. സാധനമൊന്നും വേണമെന്നില്ല, ഇല്ല വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലേ. ബിരിയാണി തിന്നാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ട് തിന്നു തന്നെ. ഇപ്പോൾ ഇറച്ചിയൊക്കെ വാങ്ങി ഇല്ലാണ്ട് ഇപ്പോൾ ബിരിയാണി വെക്കാൻ എല്ലാ ആഴ്ച ഇറച്ചിയാക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഇറച്ചില്ല. അതുകൊണ്ട് ഇല്ലത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ അടിപൊളി. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. നിങ്ങളൊന്ന് നോക്കിയിട്ട് അപ്പോൾ മുളകും പൊടിയൊക്കെ അളവിനനുസരിച്ച് ഇടിട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിനാണ് ഇട്ടതാണേ. മുളകും പൊടി മാത്രം മതി, മുളകും പൊടി മഞ്ഞൾപ്പൊടി മതി ഇട്ടോ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഇളക്കി കൂടി അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്, ഇതുവരെ എടുത്ത പരിചയമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടുകൂടി ആണ്ട് അളവിനൊക്കെ ഇട്ടുകൂടി കേട്ടോ. എന്നിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അടുത്ത ഇടുക. ഇത് ഈ ഏലക്കായും വെളുത്തുള്ളിയും ഏലക്കായും പട്ടിയും കറാമ്പും കേട്ടോ. കുക്കറി ഷോൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, കുക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റത്തെയാണ്. ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, മല്ലിച്ചപ്പ് ഇട്ടിക്കണ് പറയാൻ മറന്നു. അതൊക്കെ ഉണ്ട് ഇട്ടുകൂടി. ഞാൻ അതിൽ ഇട്ടതൊക്കെ നിങ്ങളുണ്ട് ഇട്ടുകൊണ്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ ഒരു ഇല ഇട്ടാൽ തന്നെ മതി. ഇതിപ്പോൾ അതുണ്ട് ഇതുണ്ട്. ഇത് എൻ്റെ അടുത്തില്ല, അയലക്കത്തുനിന്ന് കിട്ടിയ ഇലകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കണ ബിരിയാണിയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിക്കണ്. വെള്ളം നിങ്ങൾക്ക് വേണ്ട അളവിന് അരിക്കനുസരിച്ച് വയ്ക്കുക, എന്നിട്ടുണ്ട് ഉണ്ടാക്കുക. ഇതിങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് വേറൊരു പണിയുണ്ട്. ഈ ഇലയൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് തിളപ്പിക്കണം കേട്ടോ. ഈ ഇല വേണമെങ്കിൽ എന്നോട് പറയാൻ എത്തിച്ചു തരാം. നമ്മളതല്ലെങ്കിലും അയൽവാസികളതാണെങ്കിലും നമ്മളതല്ലേ. അപ്പം ഞാൻ ഈ അരി എന്താ കാട്ടിയറിയാം, ഇതിൻ്റെ ഇടയിൽ അതവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരി നമ്മൾ വേറൊരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചു. ഇതെന്തിനങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പശ, റേഷനരി അല്ലേ, ഒരു കഞ്ഞിവെള്ളം മാതിരി ഒരു പശയും കൊഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തിളപ്പിച്ചാൽ നമുക്ക് കുറേ അതിൻ്റെ കൊഴുപ്പൊക്കെ പോകും. അപ്പോൾ നല്ല രസം ഉണ്ടാവും ചോറിന്. അല്ലെങ്കിൽ ഇങ്ങനെ റേഷനരി ചോറ് വെച്ചാൽ കണ്ടിട്ടില്ലേ, അതേപോലെ ഉണ്ടാവും.
ഇപ്പുറത്ത് തള വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് എന്ത് ചെയ്തു, റേഷനരി എന്ത് ചെയ്തു ഊറ്റിയെടുക്കാനായി. കുറച്ചും കൂടി ഒന്ന് തളച്ചോട്ടി എഴുതി. അതിൻ്റെ ഒരു കളർ ഉണ്ടാവില്ല, പാലിൻ്റെ കളറുണ്ട് വരും. അപ്പോൾ അത്രക്കും ഈ കൊഴുപ്പുണ്ട്. അത് നല്ലോണം തിളക്കുമ്പോൾ അത്രയും കൊഴുപ്പ് പോയിട്ട് ആണെങ്കിൽ ഒന്നും കൂടി ചോറ് രസം കൂടും. അപ്പത്തിന് തിളച്ചൊക്കെ ശരിയായി റെഡി ആക്കണ്. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്ത് ഊറ്റാൻ വെച്ചിരുന്നു ആ അരി ഊറ്റാൻ വെച്ചത് നേരെ അയക്കണ് കൊട്ടാൻ പോവാം. ഇങ്ങനെ തന്നെ ഉണ്ട് കൊട്ടിക്കോളി കണ്ടോ, ഇങ്ങനെ ആവട്ടോ. എന്നിട്ട് നല്ല ഉണങ്ങിക്കോട്ടല്ല, നല്ല ഉണങ്ങല്ല, നല്ലോണം വറ്റിക്കോട്ടെ, വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. അതിന് ഒറ്റ എന്താ പറയുന്നറിയില്ല. നിങ്ങൾക്ക് പറയണൊക്കെ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ എനിക്ക് അറിയണൊക്കെ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് അയക്കാണ് ഇടുക, നല്ലോണം ഇടുക. അപ്പോൾ ഇത് ഇങ്ങനെ മിൽമ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കുക. ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ, സംഭവം റെഡി, ബിരിയാണി റെഡി ആയിക്കണം. അപ്പോൾ കുക്കറിൻ്റെ വിസിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് അധികം വിസിലടിക്കേണ്ട ആവശ്യമില്ല. 2 വിസിലാണ് ശരിക്കും വേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല. 1 വിസിലടിച്ചിട്ടുണ്ട് ഓഫാക്കി വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴിക്കുക.